നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ജഷൻ ലോയിസ് ആണ്. നമ്മുടെ ഒരു വീഡിയോ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃപാസനത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ക്രിസ്ത്യൻ സമുദായത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് പേരുള്ള ആളുകൾ കൃപാസന മാതാവിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാറും ഉടമ്പടി എടുത്ത് സ്വീകരിച്ച് അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപാട് പേര് അതിൽ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കൃപാസനത്തിന്റെ ഈ ഒരു പ്രാർത്ഥനയിലൂടെയും അല്ലെങ്കിൽ കൃപാസനത്തിൽ എത്തിപ്പെട്ടെന്ന് പോലും ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളും അതുപോലെ ഒരുപാട് വീഡിയോസും ഒക്കെ നമ്മൾ യൂട്യൂബിലും അതുപോലെ അനുബന്ധിച്ചുള്ള മാധ്യമത്തിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് കണ്ട ഒരു വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഡബിൾ മെല്ലോ വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളുടെ കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ജോലിയുള്ള ഒരു ദിവസം ഞാൻ ജോലിയുടെ ബ്രേക്കിന് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിൽ എന്തോ ഒരു ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് തോന്നി. കാരണം പലർക്കും ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് വിശ്വാസമുള്ളതാണ് നമ്മുടെ കൃപാസന മാതാവിനെയും കൃപാസന മാതാവിന്റെ പ്രാർത്ഥനകളും അവിടുത്തെ അനുഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതുമാണ്. അപ്പം ഒരു യൂട്യൂബർ അതിനെക്കുറിച്ച് കുറച്ച് ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്ന ഒരു തമ്പനയിലും അതുപോലെ തന്നെ അത് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോയിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ഞാനത് പൂർണ്ണമായിട്ട് കണ്ടില്ല, കാരണം നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര എതിരായിട്ട് മാതാവിനെ കുറിച്ചും അതുപോലെ തന്നെ മാതാവിന്റെ ആ ഒരു വിശ്വാസത്തോടുള്ള ഒരു തിരസ്കരണമൊക്കെ ആയിട്ട് എനിക്കാണ് തോന്നിയത്. അപ്പൊ അതുപോലെ അച്ഛനെ കുറിച്ചൊക്കെ ഒരുപാട് ചെയ്ത കാര്യങ്ങൾ പറയുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നത്. നമ്മൾ എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ വ്യത്യസ്ത മതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അല്ലെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ ഒരു മതത്തെ കുറ്റം പറയാനോ അല്ലെങ്കിൽ മതത്തിന്റെ പ്രാർത്ഥനാ രീതികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാലിച്ചു പോകുന്ന രീതികളെ കുറിച്ചൊന്നും കുറ്റം പറയേണ്ട ഒരിക്കലും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ തമ്പനയിൽ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് തമ്പനയിൽ കണ്ടത് തന്നെ ഇങ്ങനെയാണ്: കുറുവാസനം, കൃപാസനത്തെ കുറിച്ച് പറയുന്ന കുറുവാസനം, അതുപോലെ തന്നെ കള്ളൻ ബാബു എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ഇത് കൊടുത്തേക്കുന്നത്, തമ്പനയിൽ കൊടുത്തേക്കുന്നത്. എന്തിനാണല്ലോ നമ്മളിങ്ങനെ ഒരു അനാവശ്യങ്ങളും അതുപോലെ തന്നെ ഭയങ്കര നെഗറ്റീവായിട്ടൊരു ഒരു തോട്ടൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ഞാൻ ആ ഒരു മനുഷ്യനെ നോക്കുമായിരുന്നു, ആ മനുഷ്യന്റെ മുഖത്തും അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ നോക്കുമായിരുന്നു അയാൾ സംസാരിക്കുമ്പോഴും. മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 548,000 ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്റെ ഒരു റീച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം എന്ന് എനിക്ക് തോന്നി. ഒരു വീഡിയോ എനിക്ക് പൂർണ്ണമായിട്ട് കണ്ടു തീർക്കാൻ പറ്റില്ല, കാരണം എനിക്ക് അതിനുള്ള ക്ഷമ കാരണമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പൂർണ്ണമായിട്ട് കണ്ടു തീർത്തില്ല. പക്ഷെ ആ വീഡിയോയുടെ തുടക്കത്തിൽ ആ തമ്പനയിൽ കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തുടങ്ങുന്ന പുള്ളി സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം ആ ഒരു കമ്പാരിസൺ പോലെ ഒരു ടയർ കടയിനെ കുറിച്ചാണ് കമ്പാരിസൺ അതിനകത്ത് നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പലരും പല വിശ്വാസത്തിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് പോയി വിശ്വസിക്കേണ്ട കാര്യമില്ലെങ്കിൽ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ അവിടെ പോവുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കൃപാസന മാതാവിന്റെ അടുത്ത് പോയിട്ട് കൃപാസന മാതാവിന്റെ പ്രാർത്ഥനകൾ ചൊല്ലുക, അവിടെ പോവുക. ഇതൊന്നും നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മൾ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. കാരണം നമ്മൾ പല മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടേതായ വിശ്വാസമുണ്ട്, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ വിശ്വാസമുണ്ട്, ക്രിസ്ത്യൻസിന് അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. നമ്മൾ അവരുടെ വിശ്വാസങ്ങളിലേക്ക് പോയി അവർ പുച്ഛിക്കുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നത് മസ്റ്റായിട്ട് ഒഴിവാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പേര് കൃപാസനത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ പോയി അവർക്ക് ഒരുപാട് നേട്ടങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയവരുണ്ട്. ലോകത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നന്മകളും അല്ലെങ്കിൽ ഒരുപാട് നിയോഗ സാധ്യതമായിട്ടുള്ള കാര്യങ്ങൾ നടന്ന ഒരു പ്ലേസാണ് കൃപാസനം എന്ന് പറയുന്നത്. എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പല വീഡിയോസുകളിലും നമ്മുടെ കൃപാസന വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ തന്നെ ഒരു വലിയ എക്സാമ്പിളാണ്. അതുപോലെ അനേകായിരം ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയുമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ വരാൻ പറ്റുകയൊക്കെ ചെയ്തൊരു വലിയൊരു സ്ഥലമാണ് കൃപാസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൃപാസനത്തിൽ നടക്കുന്ന കള്ളത്തരമാണ്, കൃപാസനത്തിൽ പൈസ വരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ആ രീതിയിൽ വെച്ചുകൊണ്ടാണ് അവർ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അതിനെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അത്രയും റീച്ച് കൊടുത്ത ആളുകൾ കണ്ട് ആസ്വദിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ആബ്സൊല്യൂട്ട്ലി റിഡിക്യുലസ്. ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അത് പൂർണ്ണമായിട്ട് കണ്ടു തീർക്കാനുള്ള ക്ഷമയോ കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഭയങ്കര ബോറായിട്ടും അതുപോലെ ഭയങ്കര നെഗറ്റീവായിട്ടും
അപ്പം എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അയാളൊരു ക്രിസ്ത്യാനി തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നിയത്. അത് മതം എന്താണെന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ അയാൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞെത്തിച്ച് നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ നെഗറ്റീവൽക്കരിച്ച് മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതും അല്ലെങ്കിൽ എത്തിക്കുന്നതും. നമുക്ക് നമ്മുടേതായ ഓരോ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന ആളുകൾ ഇങ്ങനെ കുറെ ചെളി വാരി എറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മുന്നിൽ ആ ഒരു സമൂഹത്തെ വളരെ ചീത്തയായിട്ട് കാണിക്കുന്ന രീതി, അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയല്ല. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യം. നമ്മൾക്ക് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ ഇപ്പുറം അതിനെ ചെളിവാരി എറിഞ്ഞ് ആ സമൂഹത്തെ തന്നെ താത്തിക്കെട്ടി കാണിക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇതൊരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ക്രിസ്ത്യാനി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഈ മതത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യരുത്. കാരണം അവരുടെയൊക്കെ ഫേസ്ബുക്കിലും അവരുടെയൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് റീച്ച് കിട്ടിയ ആളുകൾ ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വെറുതെ അത് കണ്ടിട്ട് പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ഉപാസന മതാൻ ഒരുപാട് വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന ജോലി കിട്ടുക അല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപരി നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യമാണ് നമുക്ക് ഉപാസനത്തിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുപോലെ നമുക്ക് ഓരോ മതത്തിലും ഓരോതായ രീതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ കൊണ്ടുവന്ന് വളരെ നിന്ദ്യമായ രീതിയിൽ നെഗറ്റീവൽക്കരിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് നല്ലൊരു പ്രതിഭാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ റിപ്പോർട്ട് അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിലുള്ള വിശ്വാസം നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. പൂർണ്ണമായിട്ടും നല്ല വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക കൃപാസനാഥൻ എല്ലാവരും അനുഗ്രഹമല്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ് സംസാരിക്കുന്ന അല്ലെങ്കിൽ കൃപാസനത്തെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മീഡിയകളിലൊക്കെ നമുക്ക് കണ്ടുവന്നിരിക്കാം. എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ വിശ്വാസം ഒരിക്കലും കളയരുത്. നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് കൃപാസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസമാണ് അല്ലെങ്കിൽ ഓരോരുത്തർക്ക് വരുന്ന മാറ്റങ്ങളിലൂടെയാണ് അവർക്ക് നല്ല ചിന്തകളും അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറൊക്കെ റെഡിയായി കിട്ടുന്നത്. അല്ലാതെ അവിടെ ഒരു മാജിക് നടക്കുന്ന രീതിയൊന്നും ഇല്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നല്ലതായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്നതാണ്. അപ്പോൾ അച്ഛനെ കുറിച്ച് ചീത്ത പറയുന്നതും അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് ചീത്ത പറയുന്നതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഫോട്ടോകളോ അല്ലെങ്കിൽ അതിനുള്ള വീഡിയോസോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഇത്രയെങ്കിലും ഒന്ന് പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കൃപാസമാധാന അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുക. എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ.